ട്രെയിൻ ഓടിക്കാൻ ആളില്ല. ലോക്കോ പൈലറ്റുമാരെ ദിവസക്കൂലിക്ക് നിയമിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. 19 സോണൽ ജനറൽ മാനേജർമാർക്ക് നിയമന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് റെയിൽവേ മന്ത്രാലയം. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരുടെ നിയമനം അനിശ്ചിതമായി വലിച്ചു നീട്ടാനാണ് കേന്ദ്രത്തിന്റെ നടപടി. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നിയമനം നീണ്ടുപോകുന്നതിനിടയിലാണ് വിരമിച്ചവരെ ദിവസക്കൂലിക്ക് നിയമിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം. ഇതു സംബന്ധിച്ച നിർദ്ദേശം സോണൽ ജനറൽ മാനേജർമാർക്ക് റെയിൽവേ മന്ത്രാലയം കൈമാറി. ഷണ്ടിങ്ങിനും അനുബന്ധ ജോലികൾക്കും താൽക്കാലികക്കാരെ ഉപയോഗപ്പെടുത്താനുമാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. രാജ്യത്തെ 16 സോണുകളിലായി 33,174 തസ്തികകളാണ് നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്നത്. ദക്ഷിണ റെയിൽവേയിൽ 1,200-ലധികം തസ്തികകളിലാണ് നിയമനം നടത്താനുള്ളത്. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും ഉൾപ്പെടെ 300ഓളം തസ്തികകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ 5,699 ഒഴിവുകളിലേക്ക് വിളിച്ച അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികകളിലെ നിയമനവും കേന്ദ്രം നടപ്പാക്കിയിട്ടില്ല. 2025 ഒഴിവുകൾ കണക്കാക്കി മാർച്ച് 19-ന് 9,970 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരിലേക്കുള്ള അപേക്ഷയും ക്ഷണിച്ചിരുന്നു. 28,769 ഒഴിവുണ്ടായിട്ടും നിയമനം വേഗത്തിലാക്കാതെയാണ് വിരമിച്ചവരെ പുനർനിയമിക്കുന്നത്. സുരക്ഷിതത്വത്തിന്റെ പേരിൽ സിഗ്നൽ പരിപാലനത്തിൽ നിന്ന് കരാർ തൊഴിലാളികളെ ഒഴിവാക്കണമെന്ന റെയിൽവേ സുരക്ഷാ കമ്മീഷണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിരമിച്ചവരെ പുനർനിയമിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.